അടൂരിനെതിരായ വിമർശനങ്ങൾ തുടരുകയാണ്. പരിശീലനമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കി അനേകം മനുഷ്യർക്ക് ഇവിടെ സിനിമ ചെയ്യാമെങ്കിൽ അതേപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും വനിതകൾക്കും സിനിമ ചെയ്യാമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. അവർക്ക് മാത്രം തീവ്ര പരിശീലനം നൽകണമെന്ന് തോന്നുന്നത് പ്രത്യേക കണ്ണാടിയിലൂടെ നോക്കുന്നത് കൊണ്ടാണ് എന്നും ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഡോക്ടർ ബിജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു, വളരെ രൂക്ഷമായ വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലത്തെ പ്രസ്താവനയ്ക്കെതിരെ വരുന്നത്. ഇപ്പോൾ ശ്രീ മധുപാൽ സംസാരിച്ചു, ശ്രീ ജോയ് മാത്യു സംസാരിച്ചു. ജോയ് മാത്യു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട്, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്ന നിലപാടാണ് എടുത്തത്. സർക്കാരിൻ്റെ പണമാണ്, അത് നൽകുന്ന ആളുകൾക്ക് കൃത്യമായി പരിശീലനം നൽകണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മധുപാൽ പറഞ്ഞു, പക്ഷേ പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ അതിനെ സമീപിച്ച നിലയിലുള്ള വിമർശനം ശ്രീ മധുപാലും ഉന്നയിക്കുന്നുണ്ട്. അങ്ങും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഇത്രയും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായി? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എത്രയോ വർഷങ്ങളായിട്ട് മലയാളത്തിൽ സജീവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം NFDC-യുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന അതിന്റെ ഉന്നത തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് സിനിമ നിർമ്മിക്കാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത് പൊതുജന ഫണ്ടാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അപ്പൊ 14 വർഷങ്ങളായിട്ട് 100 കണക്കിന് സിനിമകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ സിനിമകൾ നിർമ്മിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് ഇപ്രകാരമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണല്ലോ. അതും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് പൊതുവിഭാഗത്തിനാണ്. എത്രയോ ആളുകൾ മലയാളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പ്രശസ്തരായ മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇത് ചെയ്തിട്ടുണ്ട് ആ സ്കീം ഉപയോഗിച്ചിട്ട്. അപ്പൊ അവിടെയൊന്നും ഈ ചോദ്യം ഉന്നയിക്കാതിരിക്കുകയും അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് തോന്നാതിരിക്കുകയും കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ഒരു 5-6 വർഷമായി ഇത് നടത്തുമ്പോൾ ഇവിടെയുള്ള വനിതകൾക്കും പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും ഉള്ള സിനിമകൾ നിർമ്മിക്കാനായി ഫണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് പക്ഷേ ട്രെയിനിങ് ആവശ്യമുണ്ട്. അതെന്ത് തരം കണ്ണാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ശ്രീ ഡോക്ടർ ബിജു, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ സത്യത്തിൽ ഈ പദ്ധതിയെ എങ്ങനെ കൂടുതൽ ജനകീയമാക്കാൻ, കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കാവുന്ന നിലയിൽ ഇതിനെ പരിവർത്തനപ്പെടുത്താം എന്ന നിലയിലായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്. അല്ല, അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ രീതിയിൽ ഈ സ്കീമിൽ ഇറങ്ങിയ സിനിമകൾ മോശമായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമകൾ വളരെ അബദ്ധമായിരുന്നു എങ്കിൽ ഈ പറയുന്ന വിമർശനത്തിൽ കഴമ്പുണ്ട്. ഇവിടെ ഇറങ്ങിയ ഈ സിനിമകളൊക്കെയും മാത്രമല്ല, ഈ സിനിമകൾ വെറുതെ അങ്ങ് പൈസ കൊടുക്കാമല്ലോ, ഇതൊരു പ്രോസസ്സിലൂടെയല്ലേ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഈ മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് ഇരുന്ന് അവരുടെ ഒരു ജൂറിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ജൂറി സ്ക്രിപ്റ്റ് വായിച്ച് അവരെ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി. ഇതിന്റെ ആദ്യത്തെ കമ്മിറ്റിയിലെ ജൂറി അംഗം ഞാനായിരുന്നു. ഞാനും ജോൺ പോൾ സാറും ഒക്കെ ഉൾപ്പെട്ട ഒരു ജൂറി ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അപേക്ഷ വിളിച്ച് ആ അപേക്ഷയിൽ നിന്നും ഉള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ സ്ക്രിപ്റ്റ്, പൂർണ്ണമായ സ്ക്രിപ്റ്റ് വായിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരുമായിട്ട് 2 റൗണ്ട് ഇന്റർവ്യൂകൾ നടത്തിയിട്ട് ഇവർക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തുന്ന അത്തരം സ്ക്രിപ്റ്റ് കൂടി പരിശോധിച്ച് അത്തരം ഉറപ്പുള്ള ആളുകൾക്കാണ് ഈ ഇത് കൊടുക്കുന്നത്. പിന്നീട് അവർക്ക് എന്താണ് ട്രെയിനിങ്. മാത്രമല്ല, ഈ സ്കീമിൽ പുറത്തിറങ്ങിയ സിനിമകൾ നോക്കൂ, കഴിഞ്ഞ 3-5 വർഷമായിട്ട് അവയൊക്കെയും ഗംഭീരമായി പല ചലച്ചിത്രമേളകളിൽ പോയി. ഏറ്റവും പുതിയ സിനിമ ഈ വർഷം ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പൊ ഇതിനൊരു വിചിന്തനം വേണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഈ സിനിമകളൊക്കെ മോശമായിരുന്നെങ്കിൽ നമുക്കത് പറയാം. ഇത് എടുത്ത സിനിമകൾ എടുത്ത ആളുകളെ പോലും അവമാനിക്കുന്നതിന് തുല്യമല്ലേ, അവർക്ക് നേടിയ അംഗീകാരങ്ങളെ പോലും റദ്ദാക്കുന്നതിന് തുല്യമല്ലേ ഈ പറയുന്നത്? ശരിയാണ്, അത് അങ്ങ് പറഞ്ഞ കൃത്യമായ കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ ശ്രുതി, ശരണ്യം അടക്കമുള്ളവർ എടുത്ത സിനിമകൾ ഏതൊക്കെ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു, ഏതൊക്കെ മേളകളിൽ ആ സിനിമ എത്തിയെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രതിഭയുള്ള ആളുകൾ നല്ല സിനിമകൾ എടുത്തതിനെ പോലും റദ്ദാക്കുന്ന നിലയിലായി പോയി അടൂർ ഗോപാലകൃഷ്ണ പ്രസ്താവന എന്നുകൂടിയാണ് ഡോക്ടർ ബിജു സൂചിപ്പിച്ചു. വളരെ നന്ദി ശ്രീ ഡോക്ടർ ബിജു.